ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ചില നാളുകളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന ഒരു ചിന്ത നിങ്ങളുമായി പങ്കിടാം എന്ന് ഞാൻ ഇന്ന് കർത്താവിൽ ശരണപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട ചിന്തയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. അതിനോട് ചേർന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അനന്തരം കർത്താവ് വേറെ 70 പേരെ നിയമിച്ചു. താൻ ചെല്ലുവാനുള്ള ഓരോ പട്ടണത്തിലേക്കും സ്ഥലത്തിലേക്കും അവരെ തനിക്ക് മുമ്പായി ഈരണ്ടായി അയച്ച് അവരോട് പറഞ്ഞത്. താഴേക്ക് നാം വായിച്ചു വരുമ്പോൾ അതിൻ്റെ 9-ാം വാക്യത്തിൽ അവരോട് പറയുന്ന പല കാര്യങ്ങളും പറഞ്ഞിട്ട് അവരോട് പറയുന്ന കാര്യമാണ്, ദൈവരാജ്യം നിങ്ങൾക്ക് സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അവരോട് പറയും. അതിൻ്റെ 11-ന്റെ അവസാനത്തിലും എന്നാൽ ദൈവരാജ്യം സമീപിച്ചു വന്നിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് പറവീൻ. ഈ 70 പേരെ കർത്താവ് ചില കാര്യങ്ങൾ ജനത്തോട് പറയുവാൻ അവർക്ക് നിർദ്ദേശം കൊടുത്ത് അവരെ വിടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 9-ാം അധ്യായത്തിലും ശിഷ്യന്മാരെ വിളിച്ച് ഇതുപോലെ പറഞ്ഞയക്കുന്നതായിട്ട് ഭൂതങ്ങളുടെ മേലും വ്യാധികളുടെ മേലും ഒക്കെ അധികാരം കൊടുത്ത് സൗഖ്യമാക്കുവാനായിട്ടും രാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കാനായിട്ടും വിടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇവിടെ വേറെ 70 പേരെയാണ് കർത്താവ് വിടുന്നത്. എന്നിട്ട് ഇവർ ആ കൃത്യമൊക്കെ നിർവഹിച്ച് വളരെ സന്തോഷത്തോടെ കടന്നു വരികയാണ്. 17-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ആ 70 പേർ സന്തോഷത്തോടെ മടങ്ങി വന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങുന്നു എന്ന് പറഞ്ഞു. ഇവർ വളരെ സന്തോഷത്തോടെ കടന്നു വരുവാൻ ഒരു കാരണം ഭൂതങ്ങൾ ഇവർക്ക് കീഴടങ്ങി എന്നുള്ളതാണ്. മനുഷ്യൻ വളരെ ഭയപ്പെടുന്ന ഒന്നാണ് ഭൂതങ്ങൾ. എന്നാൽ ഇവർക്ക് ഈ ഭൂതങ്ങളൊക്കെ കീഴടങ്ങി അതിലവർ വളരെ സന്തോഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരികയാണ്. നമുക്കറിയാം, ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്യുമ്പോൾ കർത്താവ് കടൽമീത് നടന്നു വരുമ്പോൾ അവർ പേടിക്കുന്നത് ഭൂതം വരുന്നു എന്ന് വിചാരിച്ചാണ്. എന്നാൽ ഇവിടെ ഇവർ പറയുകയാണ്, അവർ സന്തോഷത്തോടെ വന്നിട്ട് കർത്താവിനോട് പറയുന്ന ഭൂതങ്ങൾ ഞങ്ങൾക്ക് കീഴടങ്ങി എന്നാണ്. എന്നാൽ കർത്താവ് അതിന് മറുപടിയായിട്ട് പറയുന്നത് 20-ാം വാക്യത്തിൽ, ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നതിലല്ല, നിങ്ങളുടെ പേർ സ്വർഗത്തിൽ എഴുതിയിരിക്കുന്നതിൽ അത്രയും സന്തോഷിപ്പേ. അപ്പൊ കർത്താവ് ഈ 70 പേരോട് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്വർഗത്തിൽ പേരെഴുതി എന്നുള്ള കാര്യത്തിൽ സന്തോഷിക്കണം എന്നുള്ളതാണ്. മറ്റു കാര്യങ്ങളെ വിട്ട് സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടു എന്നുള്ള ആ കാരണത്താൽ നിങ്ങൾ സന്തോഷിക്കണം. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ 21-ന്റെ പകുതി മുതൽ നാം വായിക്കുമ്പോൾ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെ നിനക്ക് പ്രസാദം തോന്നിയല്ലോ. നാം കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു എന്നുള്ളത് വളരെ സത്യമാണ്. എന്നാൽ സ്വർഗത്തിൽ നമ്മുടെ പേരെഴുതുവാനായിട്ട് ദൈവത്തിന് പ്രസാദം തോന്നി എന്നുള്ളത് എത്രയോ അത്ഭുതകരമായ ചിന്തനീയമായ വിഷയമായിട്ടിരിക്കുന്നു. നമ്മുടെ പേരൊരിക്കലും സ്വർഗത്തിലുണ്ടായിരുന്നില്ല. സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കുമായിരുന്നില്ല. നാം പാപനിമിത്തം ദൈവസന്നിധി വിട്ടുപോയവരും ദൈവ തേജസ്സില്ലാത്തവരും ദൈവത്തോട് അകന്നു പോയവരുമാണ്. ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ പിശാചിനും അവന്റെ ദൂതന്മാർക്കും ഇരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവീൻ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു അവസ്ഥ വരുന്ന ഭാവിയിൽ സംഭവിക്കാൻ പോവുകയാണ്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നാമും അവിടെ എത്തപ്പെടുകയും അവിടെ നിന്ന് നിത്യമായ നാശത്തിലേക്ക്, നരകത്തിലേക്ക്, ഒരിക്കലും ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വിടപ്പെട്ടു പോകുമായിരുന്നു. കാരണം നമ്മുടെ പേര് സ്വർഗത്തിൽ ഉണ്ടായിരുന്നില്ല, ജീവന്റെ പുസ്തകത്തിൽ നമ്മുടെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുവാൻ സ്വർഗം വിട്ട് ഈ ഭൂമിയിലേക്ക് ആണ് നമ്മുടെ പ്രാണപ്രിയൻ ഇറങ്ങി വരികയും നമുക്ക് വേണ്ടി ക്രൂശിൽ അവന്റെ കൈകാലുകളെ വിരിച്ചു കൊടുക്കുകയും നമുക്ക് വേണ്ടി അടികളും നിന്ദകളും പരിഹാസങ്ങളും ഏറ്റ് നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് പിതാവായ ദൈവം 3-ാം നാൾ തന്റെ പുത്രനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് ഇന്ന് മഹിമയുടെ വലത്ത ഭാഗത്ത് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുകയാണ്.
ആ ദൈവപുത്രന്റെ നാമത്തിലാണ് നാം ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷിപ്പാനായിട്ട് വകയുണ്ട്. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതി ഇന്ന് നാം ജീവനുള്ളവരായി തീർന്നു. ദൈവസന്നദ്ധിയിലേക്ക് അടുത്തു വന്ന് അവന് സ്തോത്രമെന്ന യാഗമർപ്പിപ്പാൻ തക്കവണ്ണം നമ്മെ യോഗ്യരാക്കി അവൻ തീർത്തു. ഇന്ന് രാവിലെ സന്തോഷത്തോടും പ്രത്യാശയോടും സമാധാനത്തോടും കൂടെ നമുക്ക് ലഭിച്ചതായ ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവസന്നിധിയിൽ നമുക്ക് അവനെ വീണു വണങ്ങി ആരാധിക്കാം. അവന്റെ വലിയ നാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ.